നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. IPL 3 റൗണ്ട് മത്സരങ്ങൾ എല്ലാ ടീമുകളും കളിച്ചു കഴിഞ്ഞല്ലോ. അപ്പോൾ ഓരോ റൗണ്ട് പൂർത്തിയാക്കുമ്പോഴും നമ്മൾ പെർഫോമൻസ് റാങ്കിങ് അവതരിപ്പിക്കുന്നുണ്ട്. ഓരോ റൗണ്ടിലെ മികച്ച പ്രകടനത്തെയാണ് നമ്മൾ പെർഫോമൻസ് റാങ്കിങ്ങിൽ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നത്. ഒരു പിടി മികച്ച പ്രകടനങ്ങളാണ് നമ്മൾ ഈ റൗണ്ട് കണ്ടത്. ചില ടീമുകൾ 4 കളികളായിട്ട് ശരിയാണ്. പക്ഷേ എല്ലാ ടീമുകളും 3 കളിയാകുമ്പോഴാണ് 3 റൗണ്ട് പൂർത്തിയായതായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ ഇതിൽ മാച്ച് 12 മുതൽ മാച്ച് 16 വരെ 5 മത്സരങ്ങൾ 12, 13, 14, 15, 16 ഈ 5 മത്സരങ്ങളിൽ നടത്തിയ പ്രകടനങ്ങൾ വെച്ചിട്ടാണ് ഈ പെർഫോമൻസ് റാങ്കിങ് നമ്മൾ കൊടുക്കുന്നത്. ഇതിന് മുമ്പത്തെ 2 എപ്പിസോഡുകൾ കണ്ടവർക്ക് ഇതിൻ്റെ രീതി കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ 5 മികച്ച പെർഫോമൻസിനെയാണ് നമ്മൾ റാങ്ക് ചെയ്യുന്നത്. ആദ്യം നമ്മൾ 5-ാം സ്ഥാനത്ത് ആരാണെന്ന് നോക്കുന്നു. DCക്കെതിരെ മിന്നും ബൗളിംഗ് പ്രകടനം നടത്തിയ GTയുടെ താരം റാഷിദ് ഖാനാണ്. ഈ ഒരു മത്സരം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. നിങ്ങൾക്കറിയാലോ, അവസാന പന്തിൽ റണ്ണെടുക്കാൻ ഓടാൻ കഴിയാതെ റണ്ണൗട്ടായി പോയിട്ടാണ് അന്ന് DC തോൽക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ മില്ലർക്ക് അതിൻ്റെ മുമ്പത്തെ പന്തിൽ റണ്ണെടുത്ത് സമനിലയാക്കാമായിരുന്നു. പിന്നെ കളി സൂപ്പർ ഓവറിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയുണ്ടായിരുന്നു. പക്ഷേ മില്ലറുടെ അമിത ആത്മവിശ്വാസം അന്ന് DCക്ക് പാരയാവുകയായിരുന്നു. എന്നാൽ നോക്കേണ്ട കാര്യം, ഈ 200-ന് മുകളിൽ 2 ടീമും അടിച്ച മത്സരം, GT 210 റൺസ് അടിച്ച കളി, DC 209 റൺസ് അടിച്ച കളി. ആ കളിയിലാണ് 4 ഓവറിൽ വെറും 17 റൺസ് മാത്രം വിട്ടുകൊടുത്തുകൊണ്ട് 3 വിക്കറ്റുകൾ റാഷിദ് ഖാൻ പിഴുതെടുത്തത്. അവിടെയാണ് റാഷിദ് ഖാൻ്റെ ഒരു ഇമ്പോർട്ടൻസ് നമ്മൾ കാണുന്നത്. അദ്ദേഹമാണ് അവരുടെ റണ്ണൊഴുക്ക്, അതായത് ഈസിലി കളിച്ചു പോകുമായിരുന്ന ഒരു ഇന്നിങ്സിന് തടയിടുന്നത്. അദ്ദേഹം നിതീഷ് റാണയെ പുറത്താക്കുന്നു. നിതീഷ് റാണ 5 റൺസാണ് അടിച്ചിട്ടുണ്ടായിരുന്നത്. റിസ്വി, അവരുടെ ഇപ്പോഴത്തെ സൂപ്പർ താരമാണല്ലോ DCയുടെ റിസ്വി, ആ റിസ്വിയെ അദ്ദേഹം ഗോൾഡൻ ഡക്കാക്കിയിട്ട് ബൗൾഡാക്കി വിടുന്നു. അതുപോലെ തന്നെ അക്സർ പട്ടേലിന്, അവരുടെ നായകൻ, പ്രതീക്ഷ അവർ വെക്കുന്ന താരം അക്സർ പട്ടേലിന് 2 റൺസിന് പറഞ്ഞു വിടുന്നു. സോ സൂപ്പർ പ്രകടനമാണ് ആ കളിയിൽ എന്തായാലും റാഷിദ് ഖാൻ നടത്തിയത്. സോ പ്ലെയർ ഓഫ് ദി മാച്ചും അദ്ദേഹം തന്നെയായിരുന്നു. സോ റാഷിദ് ഖാനാണ് നമ്മുടെ ഈ പെർഫോമൻസ് റാങ്കിങ്ങിൽ 5-ാം സ്ഥാനത്ത് വരുന്നത്. അടുത്തത് 4-മത് വരുന്നത് യശസ്വി ജയ്സ്വാളാണ്. ജയ്സ്വാൾ MIക്കെതിരെ മികച്ച പ്രകടനമാണ് നടത്തിയത്. 32 പന്തുകളിൽ 77 റൺസ്. ആ കളി നിങ്ങൾക്കറിയാലോ, 11 ഓവറായിട്ട് ചുരുക്കിയ കളിയാണ്. അതിലെല്ലാവരും വൈഭവ് സൂര്യവംശിയെ വാഴ്ത്തിപ്പാടി. കാരണം ബുംറയ്ക്കെതിരെയൊക്കെയുള്ള ആ ഒരു മാസ് പ്രകടനം, 14 പന്തുകളിൽ 39 റൺസ്. കൈയടിക്കേണ്ട പ്രകടനം തന്നെയാണ് കുഞ്ഞിപ്പയ്യൻ നടത്തിയത്, ബേബി മോൺസ്റ്റർ നടത്തിയത്. പക്ഷേ ആ കളിയിലെ ഹീറോ തീർച്ചയായിട്ടും യശസ്വി ജയ്സ്വാളാണ്. ജയ്സ്വാൾ 32 പന്തുകളിൽ നിന്ന് 10 ഫോറും 4 സിക്സറും അടക്കം 77 റൺസാണ് അടിച്ചു കൂട്ടിയിരുന്നത്. സോ പ്ലെയർ ഓഫ് ദി മാച്ചും അദ്ദേഹത്തിന് തന്നെയായിരുന്നു. അപ്പം നമ്മുടെ ഈ പെർഫോമൻസ് റാങ്കിങ്ങിൽ 4-ാം സ്ഥാനത്ത് വരുന്നത് യശസ്വി ജയ്സ്വാളാണ്. അടുത്തത് 3-ാം സ്ഥാനത്ത് ധ്രുവ് ജുറലാണ്. ധ്രുവ് ജുറൽ വീണ്ടും രാജസ്ഥാൻ റോയൽസിൻ്റെ താരം. അദ്ദേഹത്തിൻ്റെ ഈ പ്രകടനം, 3-ാം സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ എത്തിച്ച പ്രകടനം വന്നിരിക്കുന്നത് ഈ അവസാനത്തെ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ ഇന്നലെ അദ്ദേഹം പുറത്തെടുത്ത പ്രകടനം. ശരിയാണ്, അപ്പോഴും വൈഭവ് സൂര്യവംശിയുടെ പ്രകടനം തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. പ്ലെയർ ഓഫ് ദി മാച്ചും വൈഭവ് സൂര്യവംശി തന്നെയായിരുന്നു. പക്ഷെ അതിനപ്പുറം ധ്രുവ് ജുറൽ 43 പന്തുകൾ നേരിട്ട് 81 റൺസ് അടിച്ചിടത്താണ് കൂടുതൽ പരിക്കുകൾ പറ്റാതെ RCBയെ തോൽപ്പിക്കാൻ രാജസ്ഥാൻ റോയൽസിന് കഴിഞ്ഞത്. കാരണം 129-ന് 2, 129-ന് 3, 134-ന് 4. പെട്ടെന്നൊരു ടേൺ റൗണ്ട് പോലെ ഒന്നിന് പുറകെ ഒന്നായിട്ട് വിക്കറ്റുകൾ വീണതാണ്. ജഡേജയെ കൂട്ടുപിടിച്ചുകൊണ്ട് ജുറൽ അപ്പോഴും നടത്തിയിട്ടുള്ള പോരാട്ടമാണ് ടീമിന് വലിയ ബുദ്ധിമുട്ട് പരിക്കേൽക്കാതെ വിജയം സമ്മാനിച്ചത്. അതുകൊണ്ട് തന്നെ ധ്രുവ് ജുറൽ നമ്മുടെ ഈ പെർഫോമൻസ് റാങ്കിങ്ങിൽ 3-ാം സ്ഥാനത്ത് വരുന്നു. 2-മത് ഒരു സംശയം വേണ്ട, വൈഭവ് സൂര്യവംശി തന്നെയാണ്. പറഞ്ഞല്ലോ, MIക്കെതിരെ അവൻ്റെ പൊളിച്ചെടുക്കൽ ഉണ്ടായിരുന്നു. അതിനേക്കാൾ വലിയ പൊളിച്ചെടുക്കലാണ് RCBക്കെതിരെ അവൻ നടത്തിയത്. അവിശ്വസനീയം എന്നേ പറയാൻ പറ്റൂ. ധ്രുവ് ജുറൽ തന്നെ കളിക്ക് ശേഷം അത് പറഞ്ഞു. അവൻ്റെ ബാറ്റിംഗ് പ്രകടനം, അവൻ്റെ പവർ അവിശ്വസനീയമാണ്. ആരെയൊക്കെയാണ് ഈ അടിക്കുന്നത്? ലോകോത്തര ബൗളർമാരെ, വെറ്ററൻ താരം ഭുവനേശ്വർ കുമാറിനെ, ഓസ്ട്രേലിയയുടെ ഇപ്പോഴത്തെ തന്നെ ഏറ്റവും മികച്ച ബൗളർമാരുടെ കൂട്ടത്തിലുള്ള ജോഷ് ഹേസൽവുഡിനെ, ഹേസൽവുഡിനെ 3 ഫോറും 1 സിക്സറും അടുപ്പിച്ച പന്തുകളിൽ അടിക്കുന്നു. 15 വയസ്സുള്ള ഒരു കുഞ്ഞു ചെക്കനാണ് ഇതൊക്കെ ചെയ്തു കൂട്ടുന്നത് നോക്കണം.
സോ വൈഭവ് സൂര്യവംശി ഈസ് അറ്റ് നമ്പർ 2 ഇൻ അവർ പെർഫോമൻസ് റാങ്കിങ്. 26 പന്തിൽ നിന്ന് 8 ഫോറും 7 സിക്സറും 300 സ്ട്രൈക്ക് റേറ്റ്. 300 സ്ട്രൈക്ക് റേറ്റിലാണ് അവൻ 78 റൺസ് അടിച്ചിരിക്കുന്നത്. സോ വൈഭവ് സൂര്യവംശി നമ്പർ 2. നമ്പർ 1 ഈ പെർഫോമൻസ് പവർ റാങ്കിങ്ങിൽ നമ്പർ 1 നിങ്ങൾക്ക് സംശയമുണ്ടോ? അത് അയാൾ തന്നെ. LSG KKRനെ തോൽപ്പിക്കുമ്പോൾ അതിൽ മികച്ച പ്രകടനം നടത്തിയ മുകുൾ ചൗധരി. ആ കളി LSG തോറ്റു എന്ന് കരുതിയതാണ്. അവിടെ നിന്നാണ് അവൻ്റെ ഈ പ്രകടനം വന്നിരിക്കുന്നത്. 4 ഓവറിൽ ടീമിന് ജയിക്കാൻ വേണ്ടത് 54. അവിടെയാണ് അവൻ്റെ ബാറ്റിൽ നിന്ന് 7 സിക്സറുകൾ പറഞ്ഞത്. അങ്ങനെ തന്നെ 42 റൺസ് അങ്ങ് വന്നു നോക്കണം. അവൻ 27 പന്തുകൾ 2 ഫോറും 7 സിക്സും അടക്കം 54 റൺസ് അടിച്ച് MSD സ്റ്റൈലിൽ ഒരു ഫിനിഷിങ് അങ്ങ് നടത്തിയിട്ട് MSDക്ക് അതങ്ങ് ഡെഡിക്കേറ്റ് ചെയ്യുകയും ചെയ്തു. വാവ്! ആ പെർഫോമൻസിന് തന്നെയാണ് ഈ ഒരു റൗണ്ടിൽ ഏറ്റവും അധികം മൂല്യവും തിളക്കവും ഉള്ളത്. സോ നമ്പർ 1 പെർഫോമൻസ് റാങ്കിങ്ങിൽ നമ്പർ 1 മുകുൾ ചൗധരി വേഴ്സസ് KKR. LSGയെ വിജയത്തിലേക്ക് കൊണ്ടുപോയ പ്രകടനം. സോ വളരെ പെട്ടെന്ന് പെർഫോമൻസ് റാങ്കിങ് എന്ന് പറയാം. നമ്പർ 1 മുകുൾ ചൗധരി, അദ്ദേഹത്തിൻ്റെ KKRനെതിരെയുള്ള പ്രകടനം. നമ്പർ 2 വൈഭവ് സൂര്യവംശി, അദ്ദേഹത്തിൻ്റെ RCBക്കെതിരെയുള്ള പ്രകടനം. നമ്പർ 3 ധ്രുവ് ജുറൽ, അദ്ദേഹത്തിൻ്റെ RCBക്കെതിരെയുള്ള പ്രകടനം. നമ്പർ 4 യശസ്വി ജയ്സ്വാൾ, അദ്ദേഹത്തിൻ്റെ മുംബൈ ഇന്ത്യൻസിനെതിരെയുള്ള പ്രകടനം. നമ്പർ 5 റാഷിദ് ഖാൻ, അദ്ദേഹത്തിൻ്റെ DCക്കെതിരെയുള്ള പ്രകടനം. നിങ്ങൾക്കിതിൽ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടാവും, വ്യത്യസ്തമായിട്ടുള്ള പെർഫോമൻസുകൾ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാനും ഉണ്ടാകും. അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആരോഗ്യകരമായ ക്രിക്കറ്റ് ചർച്ചകളുമായി നമുക്ക് മുന്നോട്ട് പോകും. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.